സുഭാഷിന് വേണ്ടി കല്യാണം കഴിച്ച പെണ്ണ് പറയാണ്, ഞാൻ ഡിവോഴ്സ് ആയതാണ്. അയാളുമായിട്ടുള്ള ജീവിതം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായപ്പോഴാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനൊക്കെ പേടിയാവും. ഡിവോഴ്സോ? അതൊന്നും ഇവൻ ഇവിടെ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും അതൊരു ഞെട്ടൽ പോലെ തോന്നും. അവരുടെ വീട്ടുകാരേക്കും സുഭാഷിന് ഒരു മാസം എന്ത് വരുമാനം കിട്ടും? ബ്രോക്കർ പറയും സുഭാഷിന് നല്ല ജോലിയുള്ളതല്ലേ, അതിനനുസരിച്ച് നല്ല വരുമാനമുണ്ട്. അച്ഛൻ പെൺകുട്ടിയോട് ചോദിക്കും, നിനക്കെന്ത് പ്രായമുണ്ട്? പെൺകുട്ടി പറയും 35. അച്ഛൻ ചോദിക്കും, 35ഓ? അവരുടെ വീട്ടുകാർ പറയും, ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് നിശ്ചയം അങ്ങ് നടത്താം. അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പറയും, എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ എല്ലാ കാര്യവും നിശ്ചയിച്ചത്? അല്ലല്ലോ, നിശ്ചയം നിങ്ങളങ്ങ് നടത്തിയാൽ മതി. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. സുഭാഷ് പറയും, അച്ഛനൊരു ടൈപ്പാ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. പെണ്ണിൻ്റെ വീട്ടുകാർ പറയും, എന്നാൽ നമുക്ക് നിശ്ചയത്തിന് കാണാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അവർ പോയി കഴിയുമ്പോൾ സുധീഷ് പറയും, സുഭാഷ് ചേട്ടനൊന്നും അവിടെ നിന്നേ. ഇതിനാണോ ഞങ്ങളെ മറച്ചു വെച്ചിട്ട് പെണ്ണ് കാണാൻ പോയത്? സുഭാഷ് ചേട്ടന് ഇത് എന്താ പറ്റിയത്? എന്തിനാ ഇപ്പോൾ ഇത്ര തിരക്കിട്ടൊരു കല്യാണം കഴിക്കുന്നത്? സുഭാഷ് പറയും, എൻ്റെ കല്യാണം നടക്കാത്തതാണല്ലോ ഇവിടെ പ്രശ്നം. ഞാനത് നടത്താൻ വിചാരിച്ചപ്പോൾ നിങ്ങളൊക്കെ അതിനെ എതിർക്കുകയാണോ? സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണം, അതെങ്ങനെയെങ്കിലും നടന്നാൽ മതിയോ? ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല, അതിന് 2-3 മാസം എടുക്കും പോലും. നിശ്ചയമൊക്കെ അപ്പം നടത്തിയാൽ പോരെ, എന്തിനാ ഇപ്പം ഇത്ര തിരക്കിട്ട് നടത്തുന്നത്? നിധിയും പറയും, അത് ശരിയാണ്. അവരുടെ പെരുമാറ്റം പോലെ ഒരു ദുരൂഹം പോലെ. അച്ഛൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല. അവർക്ക് പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്ന് തന്നെ. അവർ നമ്മളുടെ അടുത്ത് നിന്ന് എന്തോ മറക്കുന്നുണ്ട് സുഭാഷേട്ടാ. സുഭാഷ് പറയും, അതൊക്കെ നിങ്ങളുടെ തോന്നലാ. ഭാസ്കരൻ വന്ന് പറയും, ഞാനേ ഒരുപാട് ആൾക്കാരെ കണ്ടുപരിച്ചുള്ള ആളാണ്. ഞാൻ ഉറപ്പിച്ചു വരുന്നു, ആ ഫാമിലി അത്ര നല്ലതല്ല. അല്ലെങ്കിൽ തന്നെ ചെക്കനെ കാണെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് അവരുടെ വീട്ടിലേക്ക് വന്ന ചരിത്രമുണ്ടോ? സുഭാഷേ, ഇത് നിനക്ക് നല്ല തലവേദനയാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷും പറയും, ശരിയാ സുഭാഷേട്ടാ, നമ്മളാ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ. വൈകുന്നേരം അവരെല്ലാവരും കൂടി ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി പറയും, സുഭാഷ് ചേട്ടൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. സുധീഷ് പറയും, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഞാനെന്തായാലും പുറത്തു വരെ ഒന്ന് പോയിട്ട് വരാം, എനിക്കിവിടെ ഇരുന്നിട്ട് ഭ്രാന്തെടുക്കുന്നുണ്ട്. ഹരീഷ് പറയും, സുധീഷ് ചേട്ടാ ഞാനും വരുന്നുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ വയ്യ. അവരവിടെ നിന്ന് പോവാണ്. നിധി പറയും, നികേഷേ വാ, നമുക്കെന്തെങ്കിലും ഉണ്ടാക്കിയാലോ? നികേഷ് പറയും, ഒന്നും വേണ്ട എടുത്തി, വിശക്കുന്നില്ലെന്ന്. സുഭാഷ് ചേട്ടന് നമുക്കെന്തെങ്കിലും കൊടുക്കണ്ടേ? സുഭാഷ് ചേട്ടാ അപ്പോൾ പോയി കിടന്നതാ, ഇതുവരെ എണീറ്റിട്ടില്ല. അവരെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവാണ്. നിധി ചായ ഉണ്ടാക്കി സുഭാഷിന് കൊടുക്കുകയാണ്. സുഭാഷ് ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുഭാഷ് ചേട്ടൻ എന്നോട് സത്യം പറയോ? സുഭാഷ് പറയും, ഞാൻ എന്തിനാ മോളോട് കള്ളം പറയുന്നത്? സുഭാഷ് ചേട്ടൻ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്, അതോ എന്തിൻ്റെങ്കിലും പേരിൽ സുഭാഷ് ചേട്ടൻ പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ? സുഭാഷ് ചോദിക്കും, മോളെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഏജും നിങ്ങൾക്ക് രണ്ടാർക്കും പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ. സുഭാഷ് ചേട്ടൻ ആ പെൺകുട്ടിയോട് എത്ര സമയം സംസാരിച്ചിട്ടുണ്ടാവും? സുഭാഷ് ചേട്ടൻ ഒരു അരമണിക്കൂറൊക്കെ. നിധി ചോദിക്കും, അത് മതിയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ? സുഭാഷ് ചേട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലോ? സുഭാഷ് പറയും, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന്മാരെ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ലെന്ന്. ആ കുട്ടി അതിനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. നിധി പറയും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിധി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്കൂട്ടറൊക്കെ തുടക്കുകയാണ്. സുഭാഷ് വന്ന് ചോദിക്കും, ഇന്നെന്താ സ്കൂട്ടറിലാണോ പോകുന്നത്? നിധി ചോദിക്കും, ഇത് പിന്നെ വെറുതെ ഇട്ട് വെച്ചതാണോ ഇവിടെ? എനിക്കിന്ന് സ്കൂട്ടറിൽ പോകാൻ തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. നിധി സ്റ്റാർട്ടാക്കുമ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. സുധീഷ് പറയും, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. നിധി പറയും, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ സ്റ്റാർട്ടാക്കിക്കോളാം. സ്റ്റാർട്ടാവാതെ ആകുമ്പോൾ സുധീഷ് പറയും, ഞാൻ വേണമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. നിധി പറയും, വേണ്ട, ഞാൻ ബസ്സിൽ പോകുന്നത് നിർത്തി. അവിടെ ചെന്നാലേ കുറച്ച് വായി നോക്കികളൊക്കെ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ സുധീഷിന് മനസ്സിലൊരു സന്തോഷം തോന്നും. നിധി എന്നെയാണ് ഈ പറയുന്നത്, അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് വന്ന് നിൽക്കുന്നത് നിധിക്ക് ദേഷ്യമാവാൻ തുടങ്ങിയിട്ടുണ്ട്. സുധീഷ് ചോദിക്കും, അതൊക്കെ ഏത് വായി നോക്കിയുള്ളൂ, ആരായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. സുധീഷ് പറയും, എനിക്ക് എന്തായാലും ബസ് സ്റ്റോപ്പ് പോകണം, ഗായുവിനെ ഒന്ന് കാണണം. നിധി അവസാനം സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പോവാണ്. സുധീഷ് ബൈക്കും എടുത്ത് പിന്നാലെ തന്നെ പോവും. നിധിയുടെ അടുത്ത് ബൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ നിധി ചോദിക്കും, നിങ്ങളുടെ ബൈക്കിന് നല്ല സ്പീഡുള്ളല്ലേ, നിങ്ങൾക്ക് പോയിക്കൂടെ, എന്തിനാ ഇങ്ങനെ പിന്നാലെ വരുന്നത്? സുധീഷ് അതിനൊക്കെ ഓരോ മറുപടികൾ ഇങ്ങനെ പറയാണ്. നിധിക്കാണെങ്കിൽ സുധീഷ് ബൈക്കിലിങ്ങനെ പിന്തുടരുന്നത് ഇഷ്ടാവുന്നേ ഇല്ല.